ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആത്മാവിന്റെ ലക്ഷ്യം നിസ്സാരമല്ല. ഇവിടുന്നൊരു ജീവൻ അപഹരിക്കാനാണ് ആത്മാവിന്റെ വരവ്. അയ്യോ, ഈ കുടുംബത്തിൽ ആത്മാവിന് ഏറ്റവും പകയുള്ളത് ആരിലാണോ അയാളെ തന്നെയാണ് ലക്ഷ്യം. അതിപ്പോ പ്രിയങ്കയ്ക്ക് ഏറ്റവും കൂടുതൽ പക തോന്നുന്ന ആളെന്ന് പറയുമ്പോ അത് വരുണല്ലേ? എന്താ ഈ പറയുന്നേ? ഒരു പുരുഷ പ്രജയാണ്, സംശയം വേണ്ട. ആത്മാവ് ആരുടെ ശരീരത്തിലാണോ പ്രവേശിച്ചിട്ടുള്ളത് അയാൾ വഴിയായിരിക്കും പുരുഷ പ്രജയുടെ മരണവും. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ആത്മാവ് കുടിയേറിയിരിക്കുന്ന ശരീരം ഏതാണെന്ന് ഞാൻ വെളിവാക്കി തരണോ? വേണം വേണം തിരുമേനി. ദേവി, കുടുംബത്തിന്റെ ശാപമായ ആത്മാവ് പ്രവേശിച്ചിരിക്കുന്ന ശരീരം കാണിച്ചു തരൂ. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. വേണ്ട, രാധയ്ക്ക് ഒരു കുഴപ്പമില്ല. വരൂ. ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ആരും ശ്രമിക്കാൻ വേണ്ട. വരുൺ, തർക്കവും ബഹളമൊന്നും പാടില്ല. ലക്ഷണങ്ങളിൽ കാണുന്നതാണ് ഞാൻ പറയുന്നത്. വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും അത് നിങ്ങളുടെ ഇഷ്ടം. പരിഹാരം കൃത്യമായി ചെയ്തില്ലെങ്കിൽ ആത്മാവ് കുടിയിരിക്കുന്ന ശരീരം ഇഞ്ചിഞ്ചായിട്ട് അവസാനിക്കുമെന്ന് മാത്രമല്ല, അതിനു മുമ്പ് ലക്ഷ്യം വച്ചിട്ടുള്ള ആളുടെ ജീവൻ എടുക്കുകയും ചെയ്യും. മോളെ, അങ്ങോട്ട് നീങ്ങി നിൽക്കോളെ.